ഈ പുസ്തകം ഞാൻ വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ ക്രിസ്തുവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം മനസ്സിലേക്ക് വന്നു. ക്രിസ്തു ശിഷ്യന്മാരെയൊക്കെ കൂടെ കൂട്ടിയ ഒരു കാലഘട്ടമാണ്. ആ സമയത്ത് ക്രിസ്തുവിനെ കുറിച്ച് ഫിലിപ്പോസ് എന്ന് പറയുന്ന ശിഷ്യൻ നഥാനിയേൽ എന്ന് പറയുന്ന മനുഷ്യനെടുക്കെ ചെന്ന് പറഞ്ഞു, ഒരു ഗുരുവിനെ ഞാൻ കണ്ടെത്തി. അസാധാരണനായ ഒരു മനുഷ്യനാണ്, ഒരു പക്ഷേ നമ്മളൊക്കെ കാത്തിരുന്ന പ്രവാചകനാണ്. എവിടുത്തുകാരനാണ് എന്ന് നഥാനിയേൽ ചോദിക്കുന്നു. ഫിലിപ്പോസ് പറയുന്നു, അവൻ നസറത്തുകാരനാണ്. നഥാനിയേൽ ചോദിക്കുന്ന ചോദ്യം, നസറത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുന്നു? ഫിലിപ്പോസ് പറയുന്നു, നീ വന്ന് കാണുക. ഇവനെ കൊണ്ട് നഥാനിയേലിനെ കൊണ്ട് ക്രിസ്തുവിന്റെ അടുത്തേക്ക് വരുമ്പോൾ ക്രിസ്തുവിന്റെ അടുത്തേക്ക് നഥാനിയേൽ വരുമ്പോൾ ക്രിസ്തു നഥാനിയേൽ നോക്കിട്ട് പറയുന്നു, ഈ വരുന്നതാണ് സാക്ഷാൽ ഇസ്രായേലിൽ, ഇവനിൽ കപടമില്ല. പെട്ടെന്ന് നഥാനിയേൽ ചോദിക്കുകയാണ്, നിനക്ക് എന്നെ എങ്ങനെ അറിയാം? അതുവരെ ക്രിസ്തു നഥാനിയേലിനെ കണ്ടിട്ടില്ല, നഥാനിയേൽ ക്രിസ്തുവിനെ കണ്ടിട്ടില്ല. പെട്ടെന്ന് ചോദിക്കുകയാണ്, നിനക്ക് എങ്ങനെ എന്നെ അറിയാം? ക്രിസ്തു പറയുന്നത് മറുപടിയുണ്ട്. ഫിലിപ്പോസ് എന്നെ വിളിക്കും മുമ്പേ നീ അത്തിമരത്തിന്റെ ചുവട്ടിലിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് ഇയാൾ സ്റ്റണ്ടാവുക. ആ ഒരു നിമിഷം നഥാനിയേൽ പറയുകയാണ്, ഈ സത്യമായി ഒരു പ്രവാചകനാണ്. ഇതിന് രണ്ട് ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. ഒന്നാമത്തെ ഇന്റർപ്രിട്ടേഷൻ, യഹൂദന്മാർ പ്രാർത്ഥിക്കാനിരിക്കുന്ന ഒരു ധ്യാനത്തിലേക്ക് ഇരിക്കുന്ന ഒരു മരമാണ്, അതിന്റെ അത്തിമരത്തിന്റെ തണലിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഫിലിപ്പോസ് വരുന്നതിന് മുമ്പ് അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുകയായിരുന്നു എന്ന ഒരു വേർഷനുണ്ട്. പക്ഷെ അതിനേക്കാളും മനോഹരമായ ഒരു വേർഷൻ പാരമ്പര്യങ്ങളുടെ പുസ്തകമായ ദ ബുക്ക് ഓഫ് ബി എന്ന് പറയുന്ന പുസ്തകത്തിൽ ഒരു പരാമർശമുണ്ട്. ക്രിസ്തുവിന്റെ സമപ്രായക്കാരനായിരുന്നു നഥാനിയേൽ. ക്രിസ്തു ജനിച്ച സമയത്ത് 3 വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നുകളയാൻ ഹെറോദാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. അങ്ങനെ എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നുകളയാൻ ഭടന്മാർ ഈ ഗ്രാമങ്ങളിലൂടെ ഇറങ്ങിയ സമയത്ത് അന്ന് കൊച്ചു കുഞ്ഞായിരുന്ന ഈ നഥാനിയേലിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നഥാനിയേലിന്റെ അമ്മ നിറയെ ഇലകളുള്ള ഒരു അത്തിമരത്തിന് താഴെ കൊണ്ടുപോയി വെച്ചു. ഇത് നഥാനിയേലിനും ആ കുടുംബത്തിന് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമാണ്. ആ രഹസ്യമാണ് ക്രിസ്തു ഈ 33 വർഷങ്ങൾക്ക് ശേഷം നേരിട്ട് കണ്ടപ്പോൾ പറയുന്നത്, നിന്നെ ഫിലിപ്പോസ് വിളിക്കുന്നുണ്ട്, അത്തിമരത്തിന്റെ ചുവട്ടിലായിരുന്നു ഞാൻ നിന്നെ കണ്ടു. ഏത് വ്യക്തിയുടെ ജീവിതത്തില് നമ്മുടെ ബാല്യത്തിൻ്റെതായ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ഇന്നിപ്പം പല പ്രായത്തിലുള്ളവരാണ് നമ്മളൊക്കെ. പക്ഷെ നമ്മളെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ വളർന്ന ജീവിത സാഹചര്യം ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന മറ്റൊരാൾക്ക് അറിയില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു അനുഭവങ്ങൾ ഒരുപക്ഷെ മറ്റാരോടും പങ്കിടാൻ നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ്. അത്തരം ഒരുപാട് രഹസ്യങ്ങൾ അത്തിമരത്തിന്റെ ചുവട്ടിൽ കിടന്ന നഥാനിയേലിന്റേത് പോലെയുള്ള ചില രഹസ്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. അത്തരം രഹസ്യങ്ങൾ പലതും ഈ പുസ്തകത്തിൽ ഈ സുരേഷ് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ പുസ്തകം വായിക്കുമ്പോൾ സുരേഷ് ക്രിസ്തു അത്തിമരത്തിന്റെ ചുവട്ടിൽ വെച്ച് നിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ സുരേഷ് പറയുന്നുണ്ട്, നാട്ടുമാവിന്റെ ചുവട്ടിൽ വെച്ച് നിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മുടെ നാട്ടിലെ കാവിൽ വെച്ച് നിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, ഉത്സവപ്പറമ്പിൽ വെച്ച് നിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ചില ബാല്യത്തിന്റെ രഹസ്യങ്ങൾ അതിമനോഹരമായി ഈ പുസ്തകത്തിൽ അനാവരണം ചെയ്യുന്നുണ്ട്. സുരേഷിന്റെ ഗ്രാമത്തിലെ ജീവിതം എന്ന് പറയുന്നത്, ഇതിന്റെ ആമുഖത്തിൽ കെ സുധാകരൻ സാർ പറയുന്നത് പോലെ നമ്മുടെയൊക്കെ ഗ്രാമത്തിലെ ജീവിതം തന്നെയാണ്. ഓണാട്ടുകരയിലെ അക്കാലത്തെ ഒരു ഗ്രാമത്തിലെ ജീവിതവും മറ്റൊരു ഗ്രാമത്തിലെ ജീവിതവും തമ്മിൽ വലിയ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സുരേഷിന്റെ ഗ്രാമത്തിലെ ജീവിതം നമ്മുടെ എല്ലാം ജീവിതമാണ്. 50 വയസ്സിന് മുകളിലുള്ള ഓണാട്ടുകരയിൽ ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ജീവിച്ച മിക്കവർക്കും നമ്മൾ പറയും ഒരു ഷെയർഡ് ചൈൽഡ്ഹുഡ് ആണ്. ഈ ഷെയർഡ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് മനഃശാസ്ത്രത്തിലൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. പലപ്പോഴും പറയും, ഈ അമേരിക്കയിലൊക്കെ ജനിച്ചു വളർന്ന പയ്യന്മാര് നാട്ടിൽ വളർന്ന പെൺകുട്ടികളെയും നാട്ടിൽ വളർന്ന പയ്യന്മാർ അമേരിക്കയിലുള്ള പെൺകുട്ടികളെയൊക്കെ കല്യാണം കഴിക്കുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള കാരണമായിട്ട് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് they don't have a shared childhood.
ചെന്ന് വർത്താനം പറയുമ്പോൾ ഷെയർ ചെയ്യാൻ പലപ്പോഴും ഇല്ല, ഒന്നുമില്ല. ഒരേ പ്രദേശത്ത് ജീവിച്ചവർക്ക് അങ്ങനെ ചില സൗഭാഗ്യങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പറയും. ഈ പുസ്തകത്തിന്റെ 97-ാമത്തെ പേജിൽ സുരേഷ് വിവരിക്കുന്ന ഒരു ചെറിയ ഭാഗം ഞാൻ വായിച്ചിരിക്കുക. താഴോട്ടുള്ള ഇറക്കം അവസാനിക്കുന്നത് കോമത്തകാവിന് സമീപമാണ്. അവിടുന്ന് പിന്നെ നിരപ്പാർന്ന ചെമ്മൺ പാതയാണ്. പേടിപ്പെടുത്തുന്ന ബാല്യകാല സ്മരണകൾ ഉണർത്തുന്ന കോമത്തകാവ്. കൂട്ടുകാരിൽ ചിലർക്ക് ഞാൻ നായക പരിവേഷം ചാർത്തിക്കൊടുത്തത് അവർ യാതൊരു ഭയവും കൂടാതെ കാട് കയറുന്നവരായിരുന്നതുകൊണ്ടാണ്. അന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ വ്യത്യസ്തങ്ങളായ വലിയ പൂക്കൾ, വയലറ്റ് നിറത്തിലുള്ളതും വെള്ള നിറത്തിലുമായി വലിയ കോളാമ്പി പൂക്കൾ, കോലിഞ്ചി എന്ന് വെളിപ്പേരുള്ള സ്ലേറ്റിൽ തൂക്കുന്ന പ്രത്യേക മണത്തോടുകൂടിയ വലിയ പൂവുകൾ, ഇവയൊക്കെ പറിച്ചുകൂട്ടി സിംഹത്തെ തളച്ചവരെ പോലെ പുറത്തേക്ക് വരുന്ന കുട്ടി നായകർ എന്നും അവർ ഞങ്ങളെക്കാൾ മുതിർന്നവർ കൂടിയായിരുന്നു. അവരുടെ കാവിൽ നിന്നിറങ്ങി ഉള്ള വരവ് തന്നെ ഒരു ഒന്നൊന്നര വരവായിരുന്നു. കാവിനോട് ചേർന്ന ചെമ്മൺ റോഡും അതിന് ചേർന്ന് ഞങ്ങളുടെ സ്കൂൾ ഗ്രൗണ്ടുമാണ്. കാവിന് തൊട്ട് തെക്കുവശത്തായി പറങ്കിത്തോട്ടം എന്ന് പറഞ്ഞാൽ ഇടവിട്ട് റോഡരികിലായി 3-4 പറങ്കിമാവുകൾ. അവ ഏകദേശം 1/2 ഏക്കറോളം സ്ഥലത്തും റോഡിലുമായി നിറഞ്ഞു കിടക്കുന്ന വലിയ തണൽ പ്രദേശം. എന്തൊരു കാറ്റാണ് അവിടെ നിന്ന് വരുന്ന കാറ്റിന് എന്തൊരു ഹൃദ്യമായതാണ്. പറങ്കിപ്പഴത്തിന്റെയും കപ്പമാങ്ങയുടെയും മൂവാണ്ടൻ മാങ്ങയുടെയും കർപ്പൂരം നാടൻ മാങ്ങകൾ മൂത്തു പഴുത്ത മാങ്ങകളാകുമ്പോഴുള്ള സമ്മിശ്ര ഗന്ധം അതൊരു സുഖതമായ അനുഭൂതി തന്നെയായിരുന്നു. ചെറിയ കാറ്റടിക്കുമ്പോൾ പടപട കുഴിഞ്ഞു വീഴുന്ന അണ്ടിയും പഴവും ഒപ്പം മാങ്ങയും, പിന്നെ മേമ്പൊടിയായി ഇടയ്ക്കിടയ്ക്ക് മാമ്പഴവും, ഏറെ ആശങ്കയോടും തെല്ല് ഭയത്തോടു കൂടി അതിരില്ലാ പുരയിടങ്ങളിലേക്ക് കടന്നു കയറി ഒരു പെറുക്കിക്കൂട്ടലാണ്. കടും ചുവപ്പ് നിറമുള്ള പറങ്ങാപ്പഴം, മഞ്ഞ നിറം, മഞ്ഞയും ചുവപ്പും കലർന്ന പഴങ്ങൾ, വ്യത്യസ്ത രൂപവും ഭാവവുമുള്ള പറങ്കിയണ്ടികൾ, പഴുത്ത താര വീണാലും നിറം വെക്കാത്ത കാറക്കുണ്ടിപ്പഴങ്ങൾ. ഈ ഒരു ചെറിയ ഭാഗം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഒരു പക്ഷെ 50 വയസ്സിന് മുകളിലുള്ള മിക്കവാറും എല്ലാവരുടെയും മനസ്സിൽ നമ്മുടെ ഒരു കുട്ടിക്കാലത്തിന്റെ ഓർമ്മകൾ വരും. ഇതാണ് എനിക്ക് ഈ പുസ്തകം വായിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യമായി തോന്നി. ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ പിന്നിലേക്ക് വളരെ വേഗം ഓടി മറഞ്ഞ ഒരു കാലത്തെ നാം അനുഭവിച്ച അതേ പുതുമയോടെ സുരേഷ് നമുക്ക് ഈ പുസ്തകത്തിലൂടെ കാട്ടിത്തരുന്നുണ്ട്. ആശാപള്ളിക്കോണം ചിന്നമ്മ ആശാട്ടിയാണ് സുരേഷിന്റെ അധ്യാപിക. ആശാട്ടി, ഈ ആശാട്ടി എന്ന് പറയുന്നത് എന്റെ പിതൃ സഹോദരന്റെ ഭാര്യയുടെ സഹോദരിയാണ്. അങ്ങനെ ഒരു ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. ചായക്കടകൾ, നമ്മുടെ ഗ്രാമത്തിലുള്ള ചായക്കടകൾ, അരുവിയോടെ വളർത്തുന്ന മൃഗങ്ങൾ, പറമ്പുകളിലാകെ വിരിഞ്ഞു നിൽക്കുന്ന ഓണപ്പൂക്കൾ. ഞാൻ ജനിച്ചു വളർന്ന ആദൂർമംഗലത്താണ്. ഈ ആദൂർമംഗലത്തെ ഒരു കാലത്ത് ഒരു കാഴ്ചയായിരുന്നു. ഓണ സീസൺ ആകുന്ന സമയത്ത് അന്ന് കൂടുതൽ തെങ്ങുപുരയുടെ കുറവ് കാലം. ഈ തെങ്ങുപുരയുടെ ഇടയിലെല്ലാം ഓണപ്പൂക്കൾ ഇങ്ങനെ വിളർന്നു നിൽക്കും. ഞങ്ങള് കാശിത്തുമ്പ എന്ന് പറയുന്ന തുമ്പ, നമ്മുടെ വെള്ളത്തുമ്പകളുണ്ട്, പിങ്ക് നിറത്തിലുള്ള തുമ്പപ്പൂക്കളുമുണ്ട്. ഇതിങ്ങനെ വിളർന്നു നിൽക്കുന്ന ഒരു വലിയ പൂന്തോട്ടത്തിന്റെ നടുക്കൂടെ നടക്കുന്നത് പോലെയുള്ള ഒരു അനുഭവം നമുക്കുണ്ടായിരുന്നു. റേഡിയോയിലൂടെ കേൾക്കുന്ന ചലച്ചിത്ര ഗാനങ്ങൾ, സിനിമകളുടെ പരസ്യവണ്ടി, അതിപ്പോ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. പക്ഷെ ഒരു കാലത്ത് നമ്മൾ പലരും ഈ പരസ്യവണ്ടിയുടെ പുറകെ ഓടിയിട്ടുള്ളവരാണ്. അതിന്റെ മനോഹരമായ ചിത്രം സുരേഷ് ഈ പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. ബാലപ്രസിദ്ധീകരണങ്ങൾ, അന്തിച്ചന്തകൾ, ഉത്സവങ്ങൾ, പെരുന്നാളുകൾ, ട്യൂട്ടോറിയൽ കോളേജുകൾ, ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ ഒരു കാലഘട്ടത്തിൽ തൊട്ടു നിന്ന സകല കാര്യങ്ങളും ഈ പുസ്തകത്തിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. 70കളിലെയും 80കളിലെയും കുട്ടികളുടെ ജീവിതം സുരേഷ് വളരെ വിശദമായിട്ട് പറഞ്ഞു പോകുന്നത് സങ്കടത്തോടുകൂടി നമ്മൾ നമ്മുടെ കാലഘട്ടത്തിലെ കുട്ടികളെ കുറിച്ച് ഓർത്തു. കാരണം പഴയ ഒരു കാലഘട്ടത്തില് മുതിർന്നവരുടെ ജീവിതവും കുട്ടികളുടെ ജീവിതവും തമ്മിൽ വലിയ അന്തരമില്ലായിരുന്നു. കാരണം മുതിർന്നവരുടെയും കുട്ടികളുടെയും ഭക്ഷണം ഒന്ന് തന്നെയാണ്. ഇനിയിപ്പോ പല വീടുകളിലും മുതിർന്നവരുടെ ഭക്ഷണവും കുട്ടികളുടെ ഭക്ഷണവും രണ്ടാണ്. കാരണം നമ്മുടെ രീതിയിൽ ചോറും കപ്പയും അല്ലെങ്കിൽ സാധാരണ കറി കഴിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്കെല്ലാം ഫാസ്റ്റ് ഫുഡാണ് ഇഷ്ടം. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ അവർ നേരെ മാവലിക്കരയോ അടുത്ത പ്രദേശത്തോ പോയി അവർക്ക് ഇഷ്ടപ്പെട്ട ഫാസ്റ്റ് ഫുഡാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമല്ല പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടം. നമ്മുടെ സംഗീതമല്ല അവരുടെ സംഗീതം. കുഞ്ഞുങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കെല്ലാം ഇഷ്ടം നേരത്തെ ഇംഗ്ലീഷ് പാട്ടുകളായിരുന്നു. അപ്പൊ അത് മാറി കൊറിയൻ പാട്ടുകളാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു, കൊറിയക്കാരനായ ഒരു സുഹൃത്ത് മരിച്ചതറിഞ്ഞ് എറണാകുളത്ത് ഒരു കുട്ടി
പുകത്തിരി. കൊറിയക്കാരനായ ഒരാളുടെ ഗെയിം അല്ലെങ്കിൽ വേണ്ട അത് കളിക്കണ്ട എന്ന് പറഞ്ഞ 3 സഹോദരിമാർ ഒന്നിച്ച് ഡൽഹിയിൽ ആ പുകത്തിരി. നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മളും തമ്മിലുള്ള അന്തരം ഭയങ്കരമായിട്ട് കൂടുകയാണ്. നമ്മുടെ മൂല്യങ്ങൾ മാറുകയാണ്. നമ്മുടെ സ്വപ്നങ്ങൾ തന്നെ വളരെ വ്യത്യസ്തം. നമ്മുടെ സ്വപ്നങ്ങളല്ല നമ്മുടെ കുട്ടികളുടെ സ്വപ്നങ്ങൾ. ഇത് ഈ മാതാപിതാക്കളുടെ തലമുറയും കുട്ടികളുടെ തലമുറയും തമ്മിൽ ഇത്രമാത്രം വ്യത്യാസങ്ങൾ നിലനിന്നിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തെ കുറിച്ചാണ് സുരേഷ് ഇവിടെ പറയുന്നത്. മുതിർന്നവരുടെ ജീവിതത്തിലെ സന്തോഷങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും കുട്ടികളുടെ അത്യാവശ്യം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരു വീട്ടിലെ കുട്ടി ആ വീടിന്റെ പരാധീനതകൾ അറിഞ്ഞുകൊണ്ട് അതിന് അവനെ കൊണ്ട് എന്തൊക്കെ സഹായം കൊടുക്കാൻ പറ്റും എന്ന് കണ്ട് അവർ ചെയ്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് പുസ്തകത്തിൽ വളരെ വളരെ മനോഹരമായി സുരേഷ് അവതരിപ്പിക്കുകയാണ്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ബുദ്ധിമുട്ടും നമ്മുടെ പ്രയാസവും ഒക്കെ പലപ്പോഴും നമ്മുടെ കുട്ടികളിൽ നിന്ന് മറച്ചു വെക്കാനാണ് ആഗ്രഹിക്കുന്നത്. പ്രയാസമുള്ള മാതാപിതാക്കൾ തന്നെ ജീവിത യാഥാർത്ഥ്യം കുഞ്ഞുങ്ങളിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട് വളരെ ഒരു 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 മറയിട്ട് കുഞ്ഞുങ്ങളോട് ഇടപെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിനകത്ത് സുരേഷ് പുറത്തുകാട്ടെ ചായക്കടകളിൽ നിന്ന് കാടി വാങ്ങിക്കൊണ്ടുവരുന്ന ഒരു ചിത്രമാണ് 66ാമത്തെ പേര്. ഞാനത് അല്പം വിശദമായിട്ട് മുഴുവൻ ഞാൻ വായിക്കുന്നില്ല, ഒരു ഭാഗം മാത്രം ഞാൻ വായിക്കാം. വീട്ടിൽ നിന്നും കൊണ്ടുപോകുന്ന വലിയ അലൂമിനിയം ബക്കറ്റും കലവും ഒക്കെ ചായക്കടകളിൽ നിന്നും കാടി നിറച്ച് കയ്യിൽ തൂക്കിയും തോളത്ത് വെച്ചും തലയിൽ വെച്ചുമൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് അത്യധ്വാനം തന്നെ. കാടിക്ക് ഒരു പ്രത്യേക ഗന്ധമാണ്. പുളിച്ചതും പഴകിയതുമായ വല്ലാത്ത മണം. തലയിലും കയ്യിലും കാടിപാത്രവുമായി വരുമ്പോഴേക്കും അത് നിറഞ്ഞു തുളുമ്പി തല വഴി ഒഴുകി തലയിലും മുഖത്തും ധരിച്ചിരുന്ന ഉടുപ്പിലും നിക്കറിലുമൊക്കെ കാടിയുടെ പ്രത്യേക ചിത്രപ്പണികൾ ചെയ്തിരുന്നു. കാടിയുമായി വീടിന്റെ ഇടനാടിയിലൂടെ പുറകുവശം എരുത്തിലിന്റെ അടുക്കിലേക്ക് അണച്ച് ക്ഷീണിച്ചു ചെല്ലുമ്പോൾ തന്നെ എരുമയും പശുവും ഒക്കെ സ്നേഹാധിക്യത്താൽ എന്നെ നക്കി തുറക്കാൻ പറ്റും. നീണ്ട നാവുമായി വരുന്നവർ ഓരോരുത്തർക്കും എനിക്ക് സ്നേഹം നൽകുന്നതോടൊപ്പം എന്തെങ്കിലുമൊക്കെ ഭക്ഷണ അവശിഷ്ടങ്ങൾ എന്റെ ഉടുപ്പിൽ നിന്നും ദേഹത്തിൽ നിന്നുമൊക്കെ തരപ്പെടുത്താം എന്നുള്ളതാണ് അവറ്റകളുടെ പ്രത്യേക ആകർഷണം. അവരുടെ ഓരോരുത്തരുടെയും കൊതിയോളം നീണ്ട നാവുകൾ എന്റെ ശരീരത്തെ സ്പർശിക്കുവാനായി മത്സരിച്ചു. ഈ കാടിയുടെ മണം, കാടി എടുക്കുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തിന്റെ മണം, ആ വീട്ടിലെ വളർത്തു മൃഗങ്ങൾ, ആ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം, ഇതൊക്കെ വളരെ വളരെ ഇത് എന്റെ വീട്ടിൽ സംഭവിച്ച കാര്യമാണ്, അല്ലെങ്കിൽ എന്റെ അടുത്ത വീട്ടിൽ സംഭവിച്ച കാര്യമാണ്, ഞാൻ അനുഭവിച്ച കാര്യമാണ്. ഇതൊക്കെ ഒരു കാലഘട്ടത്തിലെ കുട്ടികൾ അനുഭവിച്ച കാര്യങ്ങൾ അത്ര സത്യസന്ധമായി ഈ പുസ്തകത്തില് സുരേഷ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജനനവും ജീവിതവും മരണവും ആ കാലത്തെ കുട്ടികൾ അനുഭവിച്ചു. ഈ പുസ്തകത്തിൽ 2 ഭാഗത്ത് സ്കൂളിൽ നിന്നും മരിച്ച വീട്ടിലേക്ക് കുട്ടികളെ നടത്തിക്കൊണ്ടു പോകുന്ന ചിത്രം. അത് വളരെ സുരേഷിന്റെ ക്ലാസ്സിൽ പഠിച്ച ഒരു കുട്ടിയുടെ മരണം, അത് അവിടെ ചെല്ലുമ്പോഴാണ് സുരേഷ് ഏറെ പ്രിയപ്പെട്ട സുഹൃത്തായാണ് മരിച്ചതെന്ന് സുരേഷ് അറിയുന്നത്. അത് വളരെ നമ്മളെ കണ്ണു നനയിക്കുന്ന രീതിയിൽ സുരേഷ് അത് എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ സ്കൂളിൽ നിന്നും കുട്ടികളെ മരണ വീട്ടിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പേരൻസിൽ ചിലരെങ്കിലും എന്റെ മകന് മനോവസനം ഉണ്ടാക്കിയ കാര്യം എന്തിനാണ് അധ്യാപകർ ചെയ്തത് എന്ന് ചോദിച്ച് ഒരുപക്ഷെ സ്കൂളിൽ ചോദിക്കാൻ ചെല്ലാൻ സാധ്യതയുണ്ട്. കാരണം പല വീട്ടിലും കുട്ടികളെ മരണ വീട്ടിൽ കൊണ്ടുപോകാറില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, മരണ വീട്ടിൽ കുട്ടികൾ എത്താറില്ല. കാരണം മരണം എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കരയുന്ന വീട്ടിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ പേരൻസ് മടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്, മരണം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തെ അക്സെപ്റ്റ് ചെയ്യും. മരണം എന്ന് പറയുന്നത് നമ്മൾ അറിയുന്നു, അറിഞ്ഞു കഴിഞ്ഞാൽ ആ മരണം എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ അക്സെപ്റ്റ് ചെയ്യാൻ എടുക്കുന്ന ഒരു സമയമുണ്ട്. ആ ഡ്യൂറേഷൻ, ആ ഒരു എക്സ്പീരിയൻസും അക്സെപ്റ്റൻസും തമ്മിലുള്ള അകലം വളരെയധികം കൂടും. ഒരു കാലഘട്ടത്തിൽ മരണം എന്ന് പറയുന്ന മുത്തശ്ശൻ മരിച്ചു, ആ മരണത്തെ നമ്മൾ അനുഭവിച്ചറിയുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ കണ്ട പല മരണം പോലെ ഒരു യാഥാർത്ഥ്യമാണ് കുട്ടികൾ മനസ്സിലാക്കുകയും അതനുസരിച്ചുള്ള
അവരുടെ ഒരു നോർമൽസിയിലേക്ക് അവർ വളരെ വേഗം തിരിച്ചു വരുന്നുണ്ട്. അത് ഒരു ഗ്രാമത്തിന്റെ ഓർഗാനിക്കായ ജൈവികമായ ഒരു ജീവിതം പിന്തുടർന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ ചാലഞ്ചസ് നേരിടാൻ അവർക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് തൊട്ടാവാടി പോലെ വാടിപ്പോകുന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്മൾ സൃഷ്ടിച്ച കൃത്രിമമായ ഇന്നത്തെ ഒരു ജീവിത പരിസരമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിത അനുഭവം സുരേഷ് വളരെ മനോഹരമായി ഇവിടെ രേഖപ്പെടുത്തിയിരുന്നു. ആ ഒരു കാലഘട്ടത്തിലെ കുടുംബങ്ങളുടെ ഒരു ഡൈനാമിക്സ്, എങ്ങനെയാണ് കുടുംബത്തിലെ മനുഷ്യര് തമ്മിൽ സഹവർത്തിച്ചിരുന്നത്, അവരെങ്ങനെയാണ് പരസ്പരം കരുതിയിരുന്നത്, സ്നേഹിച്ചിരുന്നത്, പരിഭവിച്ചിരുന്നത്, ഇതെല്ലാം വളരെ വിശദമായിട്ട് പറയുന്നു. മാതാപിതാക്കൾ മാത്രമല്ല, മുത്തശ്ശന്മാരും മുത്തശ്ശന്മാരും എല്ലാവരും ഉള്ള ഒരു കുടുംബമാണ് നമ്മുടെ സുരേഷ് കാണിച്ചിരുന്നത്. സുരേഷിന്റെ മുത്തശ്ശി മങ്കരി കൊണ്ട് പലഹാരം ഉണ്ടാക്കുന്ന അതിന്റെ ഒരു വിശദമായ ചിത്രം സുരേഷ് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കറിയത്തില്ല, നമ്മളിലെ ഈ കുട്ടികളുടെ ഒരുപാട് പ്രായമായിട്ട് ഈ മങ്കരി എന്ന് പറയുന്ന ഒരു സംഭവം എന്തോ ആണ് അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല സുരേഷ്. കാരണം അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എങ്ങനെയാണോ നമ്മള് ഈ നെല്ല് പൂച്ചി മണ്ണ് പറത്തി വിട്ടതുപോലെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അത്തരം കാര്യങ്ങളെല്ലാം നമ്മള് പുരോഗമനത്തിന്റെ അല്ലെങ്കിൽ വികസനത്തിന്റെ അല്ലെങ്കിൽ പണത്തിന്റെ കുത്തൊഴുക്കിന്റെ കാറ്റ് വന്ന സമയത്ത് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് തകർന്നു, നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി. അപ്പം ഈ മങ്കരിയോട് പലഹാരം ഉണ്ടാക്കുന്ന വിധം സുരേഷ് വളരെ വിശദമായിട്ട് ഉപയോഗിക്കുന്നത്. ഈ സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല. പക്ഷെ ഈ പുസ്തകത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഭാഗം വായിച്ചു നോക്കണം. സുരേഷിന്റെ മുത്തശ്ശൻ എന്ന് പറയുന്നത് സ്നേഹം കൊടുക്കുമ്പോഴും ഈ ഐക്യത്തിനെതിരെ അദ്ദേഹം നടത്തിയ സമരത്തെ കുറിച്ച് കൊച്ചുമോനോട് പറഞ്ഞു കൊടുക്കുന്നു. അദ്ദേഹത്തിന്റെ ഫയൽമാരെന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് സുരേഷിന് വിശദമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും കുട്ടികളോട് കഥ പറയാൻ അവർക്ക് സമയം കണ്ടെത്തിയിരുന്നു. എന്റെ വീട്ടിൽ എന്റെ മുത്തശ്ശനും മുത്തശ്ശിയുമാണ്. അവരിൽ നിന്നാണ് എന്റെ മാതാപിതാക്കളെക്കാളും കൂടുതൽ ഞാൻ കഥകൾ കേട്ടിട്ടുള്ളത് മുത്തശ്ശനും മുത്തശ്ശിയിൽ നിന്നാണ്. അവരുടെ കൂട്ടുകാരിൽ നിന്നും ആ ഒരു സംസ്കാരം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. ഈ കൊച്ചുമകന് വേണ്ടി എന്ത് ചെയ്യാൻ തയ്യാറാവും മാതാപിതാക്കൾ. അപ്പം പലപ്പോഴും പറയാറുണ്ട്, മക്കളെ പലപ്പോഴും പേരൻസിന് എൻജോയ് ചെയ്യാൻ കഴിയാറില്ല. മക്കളെ എൻജോയ് ചെയ്യുന്ന പേരൻസ് വളർത്തുന്നുണ്ട്, പക്ഷെ മക്കളെ എൻജോയ് ചെയ്യുന്നത് ഗ്രാൻഡ് പേരൻസ് ആണെന്ന് പറയാറ്. ഇത് ഈ പുസ്തകത്തിൽ വളരെ വിശദമായിട്ട് സുരേഷ് പറയുന്നുണ്ട്. എല്ലാവരും വീട്ടിൽ നിന്ന് ഒരു സ്ഥലത്ത് യാത്ര പോയ സമയത്ത് ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞ സുരേഷിനെ കോളത്തിരുത്തി മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ നിന്നെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുക്കി കോളത്ത് വെച്ച് ബസ് കാത്തുന്ന അവിടെ വരെ പോയി നിന്നിട്ട് ഇന്ന് ഇനി ബസ്സില്ല, ഇനി വേറെ ദിവസം പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ എത്തിക്കുന്ന അത്തരം അനുഭവങ്ങൾ, അത്തരം കുസൃതികൾ, ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ട ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ സുരേഷിന്റെ വീടിന്റെ ജീവിത പരിസരത്ത് ശ്രീനാരായണ ഗുരുവിന്റെ കവിതകൾ, ദൈവദശകം ഒക്കെ ആലപിക്കുന്ന ഒരു സംസ്കാരമുണ്ട്. കഴിഞ്ഞ ദിവസം മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഇറക്കിയ സ്പെഷ്യൽ പതിപ്പിൽ അശോകൻ ചെരുവിൽ ഇത് വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ ഒരു നോവലിൽ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള ഒരു ഭാഗം അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അതിനകത്ത് പറയുന്നത് അദ്ദേഹത്തിന്റെ മുത്തശ്ശൻ എന്ന് പറയുന്നത് അല്പം വൈകുന്നേരം അല്പം മദ്യമൊക്കെ സേവിച്ച് വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന്റെ ആവേശം മുഴുവൻ ശ്രീനാരായണ കൃതികൾ എങ്ങനെ ആലപിക്കുന്നതിലായിരുന്നു. ഒരു കാലഘട്ടത്തെ നമ്മുടെ ജീവിത പരിസരം നമുക്കറിയാം. ഇപ്പൊ തന്നെ ദൈവദശകമൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കവിതയുടെ പാരമ്പര്യമൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത്ര ഈസിയായിട്ട് വായിച്ചു പോകാൻ പറ്റുന്ന ഒരു കൃതിയായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. സത്യസന്ധമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അത്തരം കൃതികൾ ഒരു വൈകുന്നേരം ഒരു വീടിന്റെ പരിസരത്ത് അത്തരം കൃതികൾ വൈകുന്നേരം ആലപിക്കുന്നത് കേട്ടു വളരുന്ന ഒരു കുട്ടിയുടെ മാനസികവും ബൗദ്ധികവുമായ നിലവാരം തീർച്ചയായും ഉയരും. അത് നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടു. ഒരു നാട് മുഴുവൻ ഒരു കുടുംബമായി ജീവിച്ച ഒരു കാലഘട്ടത്തിന്റെ ചരിത്രമാണ് സുരേഷ് ഇവിടെ പറയുന്നത്. ഒരു ഗ്രാമം അല്ലെങ്കിൽ നമ്മുടെ ജീവിത പരിസരങ്ങൾ എങ്ങനെയാണ് ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നത്.
സുരേഷ് എന്ന് പറയുന്ന കുട്ടപ്പൻ സഖാവിന്റെ മകൻ എന്ന നിലയിൽ മാത്രം ജീവിച്ച സുരേഷ് എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ് പ്രമുഖ അഭിഭാഷകനായും എഴുത്തുകാരനായും ആതുര സേവകനായും രൂപപ്പെട്ടത് എന്നുള്ളതിന്റെ കാരണങ്ങൾ, അതിലേക്ക് നയിച്ച സംഭവങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വായനയ്ക്ക് വേണ്ടി സുരേഷ് നടത്തിയ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാള്, പുസ്തകം ലഭ്യമല്ലാതിരുന്ന ഒരാള്, വായനയ്ക്ക് വേണ്ടി നടത്തിയ സഞ്ചാരങ്ങൾ, വായനയ്ക്ക് വേണ്ടി നടത്തിയ കഷ്ടപ്പാടുകൾ, ദേശാഭിമാനി വിതരണത്തിൽ തുടങ്ങിയ സുരേഷിന്റെ രാഷ്ട്രീയ പ്രവർത്തനം, സുരേഷിലെ കവിയെ രൂപപ്പെടുത്തിയ സൗഹൃദങ്ങൾ, കവിയരങ്ങുകൾ, ഉത്സവപ്പറമ്പുകൾ, സാന്ത്വനം എന്ന് പറയുന്ന വലിയ ചാരിറ്റി ഓർഗനൈസേഷന് തുടക്കപ്പെട്ട മെഡിക്കൽ കോളേജിലെ സുരേഷിന്റെ കൂട്ടിരിപ്പ് ജീവിതം, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്താണെന്ന് സുരേഷിനെ പഠിപ്പിച്ച ബാർബർ വിശ്വനാഥൻ. കാരണം ആ ഒരു സംഭവം എന്ന് പറയുന്നത് ബാർബറുടെ എടുക്കലിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന പത്രത്തിൽ ഈ ചെറിയ കുട്ടിയായിരുന്ന സുരേഷ് ഇത് ആരുടെ പത്രമാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ചെവരക്കാരൻ വിശ്വനാഥൻ എന്ന് എഴുതി വെച്ചു, ജാതി ചേർത്ത് എഴുതി വെച്ചു. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഇവിടെ അത്തരം പ്രയോഗങ്ങളൊക്കെ സർവ്വസാധാരണമായിരുന്നു ഓണാട്ടുകാർ. അപ്പൊ അത് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകനായ അന്നേ തലയിൽ വിളിച്ച് കുതിച്ച വിശ്വനാഥനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഒരു ഒരു ജാതീയമായ അത്തരം പരാമർശം വിശ്വനാഥന് ക്ഷമിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. സുരേഷിന്റെ വീട്ടിൽ വന്ന പ്രശ്നം ഉണ്ടാക്കി, സുരേഷിന്റെ അച്ഛൻ സുരേഷിനെ കുതിര തല്ലി. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്താണെന്ന് യഥാർത്ഥത്തിൽ അഭിഭാഷകനായ സുരേഷിനെ കാണിച്ചു കൊടുത്തത് ബാർബറായ വിശ്വനാഥൻ. ഇത് ഇത്തരം സംഭവങ്ങൾ വളരെ വളരെ മനോഹരമായി ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. സുരേഷിന്റെ ആദ്യകാല സാഹിത്യ പ്രവർത്തനങ്ങൾ ബോധി എന്ന് പറയുന്ന മാസിക ഞാൻ ഓർക്കുന്നുണ്ട്. ഇത് 89 സുരേഷ് എന്റെ കയ്യിൽ നിന്ന് ഒരു കഥ വാങ്ങിച്ച് കിനാവ് പോലെ രാധ എന്ന് പറയുന്ന അക്കാലത്ത് ഞാൻ എഴുതിയ ഒരു കഥ സുരേഷ് ആ ബോധി മാസിക കൈയെഴുത്ത് മാസിക സുരേഷ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത്തരം എങ്ങനെയാണ് സുരേഷ് എന്ന് പറയുന്ന എഴുത്തുകാരൻ രൂപപ്പെട്ടത്, എങ്ങനെയാണ് സുരേഷ് എന്ന് പറയുന്ന അഭിഭാഷകനിലേക്കുള്ള സുരേഷിന്റെ വളർച്ച, അതിലേക്ക് ലീഡ് ചെയ്ത സംഭവങ്ങൾ എന്നത് വളരെ മനോഹരമായി പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നു. വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള സുരേഷിന്റെ കാഴ്ചപ്പാട്. സുരേഷ് ദീർഘകാലം ട്യൂട്ടോറിയൽ കോളേജ് അധ്യാപകനായിരുന്നു. അതിനുശേഷമാണ് അഭിഭാഷക വൃത്തിയിലേക്ക് വന്നത്. ഒരു കാലത്ത് എനിക്ക് തോന്നുന്നു, ഒരു കാലത്ത് നമ്മുടെ ഓണാട്ടുകരയിലെ മിക്ക മനുഷ്യരുടെ ഒരു ബയോളജിക്കൽ ഗ്രോത്ത് ആയിരുന്നു. ഇവിടെ ഒരു ഡിഗ്രി എടുത്തു കഴിഞ്ഞ് ട്യൂട്ടോറിയൽ കോളേജിൽ അധ്യാപകരാകുക, അത് കഴിഞ്ഞ് എന്തെങ്കിലും ജോലിക്ക് പോവുക. ഞാൻ ആ ഒരു വഴി കുറച്ചു കാലം പോയ ഒരാളാണ്. അതിനുശേഷം ബിഷപ്പൂർ കോളേജിലെ രാജവർഗീസ് സാർ എന്നോട് പറഞ്ഞു, നിന്നെ മാവേലിക്കരയിൽ ഏതെങ്കിലും ട്യൂട്ടോറിയൽ കണ്ടു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് ഞാൻ അടിക്കുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ നാട് വിട്ട് തന്നെ പോകേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തിയത്. സുരേഷ് എന്ന് പറയുന്ന ഒരു അധ്യാപകൻ ഇതിനകത്ത് പറയുന്ന മനോഹരമായ ഒരു സംഭവം, സ്കൂളിലെ ഒരു അനുഭവം വെച്ചിട്ട് സുരേഷ് പറയുകയാണ്, ഒരു അധ്യാപകൻ എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ആയിരിക്കരുത്. ഇത് രണ്ടും അദ്ദേഹത്തിന്റെ ഒരു സ്കൂൾ ജീവിതത്തിൽ സംഭവിച്ച വളരെ വേദനാജനകമായ ഒരു കാര്യം. നല്ല മാർക്ക് വാങ്ങിച്ചു സുരേഷ് ഫിസിക്സിന്. അധ്യാപകർ സുരേഷിനെ നീ എവിടുന്നാണ് കോപ്പി അടിച്ചതെന്ന് പറഞ്ഞ് ശാസിക്കുകയും കുട്ടികളെ ഒപ്പിച്ച് പരിഹസിക്കുകയും ചെയ്തു. കാരണം സുരേഷ് അത്രയും മാർക്ക് വാങ്ങിക്കില്ല എന്ന് ഒരു മുൻവിധി അധ്യാപകർ ഉണ്ടെന്നോ സംഭവം. മറ്റു കുട്ടികൾ പറയുന്നുണ്ട്, ഇത് വേറെ സ്കൂളിൽ നിന്ന് വന്ന കുട്ടിയാണ്, പഠിക്കാൻ മിടുക്കനാണ്. പക്ഷെ അധ്യാപകൻ അത് തന്റെ തെറ്റ് തിരുത്താൻ അധ്യാപകൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അധ്യാപനത്തെ കുറിച്ചുള്ള സുരേഷിന്റെ കുറെ പാഠങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനവും കുട്ടികാട്ടെ ധാരാളം മനുഷ്യരുടെ ജീവിതത്തെ തൊട്ടുനിന്നിരുന്ന സംഭവങ്ങളാണ്. ഒരു രാഷ്ട്രീയം മാറ്റി നിർത്തി എനിക്ക് തോന്നുന്നു 70കളിലെയും 80കളിലെയും 90കൾ വരെ രാഷ്ട്രീയം മാറ്റി നിർത്തി നമുക്കൊരു ജീവിതം. ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മള് അരാഷ്ട്രീയവാദിയാണ് എന്ന് പറയുന്നതാണ് ഇന്ന് നമുക്ക് ഒരു അല്പം അഭിമാനം പൊതുസമൂഹത്തിൽ പോകുന്നത്. ഞാൻ എനിക്ക് രാഷ്ട്രീയമായി ബന്ധമില്ല എന്ന് അങ്ങനെയല്ല ഒരു കാലഘട്ടം. ചിന്തകരും എഴുത്തുകാരും അധ്യാപകരും തൊഴിലാളികളും സർക്കാർ ജീവനക്കാരും എല്ലാവർക്കും രാഷ്ട്രീയ ബോധവും രാഷ്ട്രീയമായ ചില താല്പര്യവും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. അത് പുറത്തുകാട്ട ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വളർച്ചയും കാലാകാലങ്ങളിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് സംഭവിച്ച ചില മാറ്റങ്ങളും, ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഞാൻ അതിനെ അപജയമെന്ന് പറയുന്നില്ല, പക്ഷെ കാലത്തിനനുസരിച്ചുള്ള ചില മാറ്റങ്ങളും
പോർത്തുഗാലിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകത്തിന്റെ ചരിത്രമുണ്ട്. ആ രാഷ്ട്രീയ കൊലപാതകം എങ്ങനെ പോർത്തുഗാലിനെ മാറ്റിമറിച്ചു എന്നുള്ള കാര്യവും സുരേഷ് പറയുന്ന ഒരുപക്ഷെ പോർത്തുഗാൽ എന്ന പ്രദേശം കച്ചാരം പോലെ മറ്റൊരു പ്രദേശം പോലെ ഇന്ന് ഉയർന്നു നിൽക്കുന്നതിനേക്കാൾ മുകളിൽ നിൽക്കേണ്ട പോർത്തുഗാലിന്റെ വളർച്ചയെ തളർത്തിക്കളഞ്ഞത് പോർത്തുഗാലെ സംബന്ധിച്ച രാഷ്ട്രീയ കൊലപാതകമാണ് എന്നുള്ളതാണ്. ഏറെ ആകർഷണീയമായി തോന്നുന്നത് സുരേഷിന്റെ നിരീക്ഷണ പാഠമാണ്. ഞാൻ മുമ്പേ പറഞ്ഞു മംഗലിയെ കുറിച്ചുള്ള ആ വിവരണം, അതുപോലെ തന്നെ കൂട ഉണ്ണുണ്ണി എന്ന് പറയുന്ന ഒരു വീട് തീർപ്പുകാരനാണ്. ഈ കൂട ഉണ്ണുണ്ണിയെ ശരിക്കും സുരേഷ് വാക്കുകൾ കൊണ്ട് വരച്ചിട്ടിരിക്കുന്നത് അതിമനോഹരമാണ്. എനിക്ക് അനുവദിച്ചിരിക്കുന്നത് 2-3 മിനിറ്റ് മാത്രം ഉള്ളതുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല. അത്തരം ചിത്രങ്ങൾ ഓണാട്ടുകരയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ നിർവചനത്തോടു കൂടിയാണ് സുരേഷ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതിനൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. ഈച്ചാടി, തുഞ്ചാടി, ഏറുമാടം, മങ്കരി, കാടി, ഇതെല്ലാം നമ്മുടെ പ്രദേശത്ത് ഉപയോഗിക്കുന്ന വാക്കുകൾ. കാടി എന്താണെന്ന് സുരേഷ് വിശദമായിട്ട് പുസ്തകത്തിൽ പറയുന്നത്, ഏറുമാടം എന്താണെന്ന് പറയുന്നത്, തുഞ്ചാടി എന്താണെന്ന് പറയുന്നത്. ഇതെനിക്ക് തോന്നുന്നു ഒരു 25 വർഷം കഴിയുമ്പോൾ ഈ പുസ്തകം വായിക്കുന്ന പുതു തലമുറയെ സംബന്ധിച്ചിടത്തോളം ഈ വാക്കുകൾ നമ്മുടെ നാട്ടിലുണ്ടായത് അതെന്താണ്. ഇപ്പൊ ഞാൻ അതിശയിച്ചു പോകാറുണ്ട്. എന്റെ ഗ്രാൻഡ് പേരൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ മുറ്റത്ത് വളരുന്ന പുല്ലിന്റെ എല്ലാം പേരറിയാം. എനിക്ക് തോന്നുന്നു ഒരു 50% സസ്യങ്ങളുടെ പേര് എനിക്കറിയാം. കാരണം ഞാൻ എന്റെ ഗ്രാൻഡ് പേരൻസിനോട് വളർന്നു. എന്റെ മക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെടിയുടെ മുമ്പിൽ പേരറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കാലം കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ സംഭവിച്ചു. അതുകൊണ്ട് തന്നെ കുറച്ച് വർഷം കഴിഞ്ഞ് തുഞ്ചാടി എന്താണ് എന്ന് അറിയില്ല. അപ്പൊ അതെന്താണ് ഈ പുസ്തകത്തിൽ വിശദമായിട്ട് തന്നെ സുരേഷ് പറയുന്നത്. അതൊരു ഭാഷാപരമായ ഒരു സംഭാവനയായി അതിന് കണക്കിലാക്കണം. അതുപോലെ തന്നെ സുരേഷ് നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് ഇരട്ടപ്പേര് വളരെ സ്വാഭാവികമാണ്. കാരണം ഈ ബോഡി ഷേവിങ്ങിനെ കുറിച്ചൊന്നും മനുഷ്യർ ഒരുപാട് ബോധന ചെയ്യാത്തൊരു കാലത്താണ് നമ്മൾ ജീവിച്ചത്. അപ്പം ഈ ഒരുപാട് ഇരട്ടപ്പേരുകൾ, ഞാൻ ഇത്ര ഇരട്ടപ്പേര് സുരേഷ് എങ്ങനെ ഓർത്തിരിക്കുന്നതാണ് ഞാൻ ഓർക്കുന്നത്. ഈ കസ്തൂരി, കടിയൻ, കൂടവുണ്ണി, സീസൺ, അയരപ്പാപ്പി, ഓലാൻ, കാപ്പിപ്പൊടി സത്യൻ, ഇങ്ങനെ ഒരുപാട് ഇരട്ടപ്പേരുകൾ ആ പ്രദേശത്ത്. അതായത് ആ പോർത്തുഗാൽ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിന്റെ നന്മ തിന്മകൾ മുഴുവൻ, അതിനൊരു ജൈവിക ഘടന മുഴുവൻ ഈ പുസ്തകത്തിലേക്ക് കൊണ്ടുവരാൻ സുരേഷിന് കഴിയുന്നുണ്ട്. ഒരു ജോൺ മിൽട്ടന്റെ പ്രസിദ്ധമായ ഒരു ഡെഫിനേഷൻ ഉണ്ട്. ഒരു എഴുത്തുകാരൻ, ഒരു പുസ്തകം എന്ന് പറയുന്നത് ഒരു എഴുത്തുകാരന്റെ ജീവരക്തം തലമുറകൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു പുറത്തിയായിട്ട് മനുഷ്യരുടെ ജീവനും ജീവരക്തവും തലമുറകൾക്ക് വേണ്ടി സുരേഷ് ഈ പുസ്തകത്തിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഈ പുസ്തകത്തെ കുറിച്ച് എനിക്ക് തോന്നിയ ഒരു ചെറിയൊരു സജഷൻ എന്ന് പറയുന്നത്, ഈ പുസ്തകത്തിലെ സുരേഷിന്റെ അയൽക്കാരനായ ഒരാൾ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് മുറിവുകൾ സുരേഷിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ പ്രൊഫഷണൽ ലൈഫിൽ സുരേഷിന് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ പറയാറുണ്ട്, നമ്മളെ ഒരാളെ മുറിപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അത് മണലിൽ എഴുതും. നമ്മൾക്കൊരാൾ നന്മ ചെയ്താൽ അത് മൂർച്ചയുള്ള കത്തികൊണ്ട് കാഠിന്യമുള്ള കല്ലിൽ തന്നെ നമ്മൾ എഴുതി വെക്കണം. കാരണം അത് തലമുറകൾ ഓർത്തിരിക്കണം. ഞാൻ സുരേഷിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വേദനിപ്പിച്ച ഈ മനുഷ്യരെ പോർത്തുഗാലിൽ ജീവിച്ച മനുഷ്യരുടെ ജീവരക്തം തലമുറകൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ച ഈ പുസ്തകത്തിൽ സൂക്ഷിക്കണോ എന്നുള്ള തീരുമാനം ഞാൻ സുരേഷിന് പൂർണ്ണമായി വിട്ടുകൊടുക്കുന്നു. ഈ പുസ്തകം പോർത്തുഗാലിന്റെ ചരിത്രം മാത്രമല്ല, ഇത് ഒരു കാലഘട്ടത്തിന്റെ ചരിത്രമാണ്. വരും കാലങ്ങളിൽ ഈ പുസ്തകത്തിന്റെ പ്രാധാന്യം ഉയർന്നുവെന്നാണ് എന്റെ വിശ്വാസം. ഇത് കൂടുതൽ വായിക്കപ്പെടുകയും ചെയ്യും. പ്രിയപ്പെട്ട സുരേഷിന്, എന്റെ പ്രിയ സുഹൃത്തിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു, എല്ലാ ആശംസകളും അറിയിക്കുന്നു. അതോടൊപ്പം മാവേലിക്കരായത്തിലെ പോർത്തുഗാലൻ കഥകൾ മാത്രമേ പുറത്തിറങ്ങിയിട്ടുള്ളൂ. മാവേലിക്കരായത്തിന്റെ ചുറ്റുമുളകര കഥകൾ ഉണ്ടാവണം, മാവേലിക്കരായത്തിലെ കുന്ന കഥകൾ ഉണ്ടാവണം, ഇറവങ്കര കഥകൾ ഉണ്ടാവണം, വഴിപാടി കഥകൾ ഉണ്ടാവണം, ഔജ്വല കഥകൾ ഉണ്ടാവണം, കല്ലുകല കഥകൾ ഉണ്ടാവണം. ഈ മാവേലിക്കരായത്തിലെ എല്ലാ പ്രദേശത്തിലെയും കഥകൾ എഴുതാൻ കെൽപ്പുള്ള മനുഷ്യരാണ് എന്നെ ഇവിടിരുന്ന് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ നാട്ടിലെ മനുഷ്യന്റെ ഇത്തരം ജീവിതം നമ്മൾ ചരിത്രം എഴുതി കഴിഞ്ഞാൽ, ഒരു പക്ഷേ ജോർജ് സാർ എഴുതി കഴിഞ്ഞാൽ അതിനൊരു റീഡബിലിറ്റി ഉണ്ട്.
അല്ലാതെ എഴുതി കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ വായിക്കില്ല. പക്ഷെ ഇത്തരം പുസ്തകങ്ങളിലൂടെ നമ്മുടെ നാടിന്റെ ചരിത്രം കഥകളായി എഴുതി കഴിഞ്ഞാൽ അത് തലമുറകൾക്ക് നമ്മൾ സംഭാവന ചെയ്യുന്ന അമൂല്യ നിധിയായിരിക്കും. അത്ര കൂടുതൽ പുസ്തകം ഉണ്ടാകട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാർത്ത അവസാനിപ്പിക്കുന്നു.